സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഫസ്റ്റ് ഈ ബിൽഡിംഗ് പോലാമാ? സോൺ ഉള്ള ഇവിടെ. അടേ വേറെ ആരാച്ചും എടുക്കത്ത് മുன்னாடி പോ. 35 people ഉണ്ട്. വാ. ഓക്കേ ഓക്കേ വാ വാ വാ. കളി കണ്ടോ നീ? ഇനി അണ്ണന്റെ കളി കണ്ടോ നീയൊക്കെ? വാ വാ അണ്ണ കേറ്. പോട്ടെ. ഇല്ല. കം ഓൺ. ഞാൻ എന്തൊരു സാധനം ഇല്ല നമ്മുടെ വായിലേക്ക്. ഇല്ല പോയി. കേറടാ. നിങ്ങൾ താമസിക്കാൻ വണ്ടി കയറി. ഇതെന്താ ഇത്? അണ്ണ ഇറങ്ങി ഓടി എന്റെ കോളോട്ട് വിളിക്കും. പൂശാന്ന് വിചാരിച്ചാ പിന്നല്ല നമ്മളെതിരെ വണ്ടി ഓടിക്കുന്നു. ഈ കോമ്പൗണ്ടിൽ മൂഞ്ചി കോമാണ് കോച്ച്. ഹൈറ്റ് അഡ്വാൻറ്റേജ് ഒട്ടുമില്ല നമുക്ക്. അത് ശരിയാ. മേലെ പോവാ. ഹൈറ്റ് തന്നെ വേണോ? പക്ഷെ ഇത് ഓപ്പൺ അതിലും മുമ്പില്ല. ഒരു സ്മോക്കേ ഉള്ളേ കോച്ച്. ഇവിടെ ഓപ്പൺ നിർത്തിയ പണിയാവേ. കോമ്പൗണ്ട് ഇല്ല. ചർച്ച് കോമ്പൗണ്ട് കാണുന്നുണ്ട്. നമുക്ക് നോക്കിയിരിക്കാം. അவ்வளவுதான். ഹൈ ഗ്രൗണ്ട് നോക്കാക്കി വീടില്ലേ ആരും. അണ്ണ 3 ആംഗിൾ ആളുണ്ട് അണ്ണ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ കുട്ടി. ഞാൻ വിളിച്ചു കൊണ്ടുപോയി. പെട്ടെന്നോ ഓപ്പൺ ആയിട്ട് ഇരിക്കരുത്. എന്തൊക്കെ പാട്ട്, ഡാൻസ്, കൂത്ത്, എനിക്ക് അപ്പോഴേ തോന്നി. ആന്ധ്രാ ചാവാത്ത വേറെ എവിടെ നടി വരുന്നേ? യെല്ലോ യെല്ലോ എവിടെ? അയ്യോ 556 ഒരു 10 കൊടുക്ക முடியுமா രാജു? അണ്ണ ബാക്കോ ഒരു സ്മോക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ട് സ്മോക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എടുക്കണേ. നീങ്ങ വന്നേ പൊക്കി എന്റെ എയർ മാത്രമേ ഉള്ളേ. ഇതാരാ? അവന്റെ പഠിക്കാൻ സ്മോക്ക് നോക്കിയടാ. ഒന്നും കിട്ടില്ല എനിക്ക്. എല്ലാം നീലം കൊണ്ട് പട്ടി ഇഞ്ചി പോലെ സ്പീഡ് കുറവാന്ന് പറയാം. ഇപ്പൊ എനിക്ക് നോക്കിയോ എടാ ഓപ്പണോടേ നീയാ. ഒരു ഷോട്ടെ. ഇവരാണ് വാസുകൊണ്ട് അടിച്ചത്. ഇവിടെ കോച്ച് അടിച്ചത്. ഇപ്പം മാർക്ക് ഇവിടെ ഓപ്പണില്ല. വണ്ടി ഇല്ലേ നമുക്ക്? അവൻ ഓടി അവൻ ബാക്കിൽ റീ പോയ കോച്ച്. നമുക്ക് കുറച്ച് ഈ സൈഡ് എടുക്കാം. ഹൈറ്റ് എടുക്കാം. അടിക്കാം. ബാക്കി നാളെ വരെ ഉണ്ട്. വ്യൂ ഇല്ല. കേറി വരാൻ പറഞ്ഞേ. എന്നെ തൊടാവോ? കോച്ചും തൊടാവോ? ഇല്ലടാ ഞാൻ കോള് പറഞ്ഞതാ. നമുക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കാം. അവനെ വിട്ടാ മതിയായിരുന്നു. ബാക്കി നാള് കേറി വരാനുണ്ട്. അപ്പൊ അവരെ വിട്ടാ മതി. നിങ്ങൾ മേളില് വാ. ഈസി കളി. നമ്മളെ പഠിച്ചില്ലേ കോച്ച്? ഇവന്മാര് പൊട്ടന്മാരായിരുന്നു. നമുക്ക് ശരിക്കും സത്യം പറഞ്ഞ അതായിരുന്നു കളി. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. ഓക്കെ ഞാൻ വീണ് സമ്മതിച്ചു. പക്ഷെ അതായിരുന്നു കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും
എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.